തിരുവനന്തപുരം വെള്ളറടയിൽ വീട് കയറിയ ആക്രമണം യുവാവിനും അമ്മയുടെ സഹോദരിക്കും വെട്ടേറ്റിരിക്കുന്നു. രണ്ടംഗ സംഘത്തിനായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗോകുൽനാഥ് വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, വീട് കയറി ആക്രമണം വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഇതെന്താണ് ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ വെട്ടി പരിക്കേൽപ്പിച്ച ആളുകളെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അക്ഷയ, വെള്ളറട കോവില്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ 3 മണിയോടെ ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ പ്രതി, അതായത് രണ്ടംഗ സംഘമാണ് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. അവർ ടിപ്പർ ലോറിയിലാണ് ആക്രമിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടെ രതീഷ് കുമാർ എന്ന ഒരാളെ, അതായത് ഈ വെട്ടേറ്റ ആളെ വൈകുന്നേരം 2 പേർ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അസഭ്യത്തിലേക്കൊക്കെ നീങ്ങുകയും വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. സംസാരം കനത്തതോടെ ഇവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായി. അങ്ങനെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ടിപ്പർ ലോറിയിലെത്തിയ സംഘം മാരകായുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. അപ്പം അമ്മയുടെ സഹോദരിയും ഈ രതീഷ് കുമാർ, വെട്ടേറ്റ ആൾക്കൊപ്പമായിരുന്നു താമസം. അവരുടെ പേര് ശ്യാമള, 68 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെയും ഈ പറയുന്ന പോലെ തന്നെ അവർ അക്രമത്തെ ചെറുക്കാൻ ശ്രമിക്കുകയും അവർക്കും വെട്ടേൽക്കുകയുമായിരുന്നു. എന്തായാലും ഇവരെ 2 ആളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രതികൾക്കും അക്രമത്തിൽ പരിക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കങ്ങളൊക്കെ തന്നെ അവസാനം അടിയിൽ കലാശിക്കുകയായിരുന്നു. ഇവർക്കും പരിക്കുണ്ട്. അക്രമ സംഘത്തിനും പരിക്കുണ്ട്. രണ്ടംഗ സംഘത്തിനും തരത്തിൽ കലാശിച്ച വാക്കുതർക്കം എന്താണ് ഗോകുൽ? അസഭ്യ വർഷമാണ് ഇത്തരത്തിൽ വെട്ടിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു അസഭ്യ വർഷം ഉണ്ടാകാനിടയായ ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. ഫോണിൽ സംസാരിച്ചു, മുൻപ് ഇവർ തമ്മിൽ പരിചയമുണ്ട്, മദ്യപിച്ചിരുന്നു എന്നൊക്കെയാണ് പോലീസിന്റെ വാദങ്ങൾ. പക്ഷേ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഒരേ സ്വദേശത്തുള്ളവർ തന്നെയാണ് 2 പേരും? ഈ വെട്ടി പരിക്കേൽപ്പിച്ച ആളുകൾ ഈ നാട്ടിൽ തന്നെയുള്ള ആളുകളാണോ? അതെ, അവരും പ്രദേശവാസികൾ തന്നെയാണ്. എന്തായാലും അവരിപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഉള്ളത്. ശരി ഗോകുൽ, വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെള്ളറടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.